നമസ്കാരം, എല്ലാവർക്കും സാപ്പിയൻസ് PSC സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് പരിശോധിക്കാനായി പോകുന്നത്. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായി കേട്ട് മനസ്സിലാക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ പോയിന്റ് സ്വീപ്പ്. എന്താണ് സ്വീപ്പ്? സ്വീപ്പ് ശ്രദ്ധിക്കൂ. സ്വീപ്പിന്റെ പൂർണ്ണരൂപം എന്താണ്? സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ എന്നാണ് പേര്. കിട്ടിയോ? സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ എന്താണ് സംഭവം? അപ്പൊ ഈ സ്വീപ്പിന്റെ പൂർണ്ണരൂപം നിങ്ങൾക്ക് കിട്ടിയല്ലോ. ദേശീയ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ബോധവൽക്കരണ പരിപാടിയുടെ പേരാണ് സ്വീപ്പ്. മനസ്സിലായോ? ദേശീയ ഇലക്ഷൻ കമ്മീഷന്റെ ബോധവൽക്കരണ പരിപാടിയുടെ പേരാണ് സ്വീപ്പ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമുക്ക് അവിടെ കിട്ടി. രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നാൽ KYC ആപ്പ്. ഇതൊരു ആപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലായോ? KYC ആപ്പ്. എന്താണ് KYC? ബാങ്കുകളിൽ പോകുമ്പോൾ ഒരു KYC ഉണ്ട്, അതല്ല. ഇവിടെ KYC എന്ന് പറഞ്ഞാൽ നോ യുവർ കാൻഡിഡേറ്റ്. കേട്ടോ? എന്താണ് നോ യുവർ കാൻഡിഡേറ്റ്? നിങ്ങളുടെ കാൻഡിഡേറ്റിനെ മനസ്സിലാക്കൂ. അതിനു വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആര് പുറത്തിറക്കി? ഇലക്ഷൻ കമ്മീഷൻ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയതാണ്. ദേശീയ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് KYC ആപ്പ്. എന്തിന്? നോ യുവർ കാൻഡിഡേറ്റ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ദേശീയ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് KYC ആപ്പ്. മനസ്സിലായോ? ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ദേശീയ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേര് KYC ആപ്പ്. അപ്പൊ ആ പോയിന്റ് വ്യക്തമാണ്. അടുത്തത് AI ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പേര് സമത. ആരുടെ പേരാ? സമത. സാമന്തയല്ല കേട്ടോ, സാമന്തയല്ല, ഇത് സമത. സമത എന്ന് പറയുന്നത് ആരാണ്? അതായത് വെസ്റ്റ് ബംഗാളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPM എന്ന പാർട്ടി അവരുടെ പ്രചരണത്തിനായിട്ട് അവതരിപ്പിച്ച AI അവതാരകയുടെ പേരാണ് സമത. പറഞ്ഞ മനസ്സിലായോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരകയുടെ പേരാണ് സമത. വെസ്റ്റ് ബംഗാളിൽ CPM പാർട്ടി അവരുടെ ഇലക്ഷൻ പ്രചരണത്തിനായിട്ട് കൊണ്ടുവന്ന ഒരു AI അവതാരകയുടെ പേരാണ് സമത. പോയിട്ട് വ്യക്തമല്ലേ? നെക്സ്റ്റ് പോയിന്റ് സുവിധ പോർട്ടൽ. ഒരു പോർട്ടലാണ് സുവിധ പോർട്ടൽ. എന്താണ് സംഭവം എന്ന് നോക്കാം. അതായത് ഈ സുവിധ പോർട്ടൽ എന്ന് പറയുന്നതും ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പോർട്ടലാണ്. എന്താണെന്ന് ചോദിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാർട്ടിക്കോ അല്ലെങ്കിൽ കാൻഡിഡേറ്റിനോ വിവിധ അനുമതികൾ നൽകുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച പോർട്ടലാണ് സുവിധ പോർട്ടൽ. മനസ്സിലായോ? ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഒരു പോർട്ടലാണ് സുവിധ പോർട്ടൽ. പാർട്ടികൾക്കും കാൻഡിഡേറ്റിനും വിവിധ അനുമതികൾ നൽകുന്നതിനായി ആരംഭിച്ച പോർട്ടലാണ് സുവിധ പോർട്ടൽ. ശരി, നമുക്ക് അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. എൻകോർ സോഫ്റ്റ്വെയർ ഒരു സോഫ്റ്റ്വെയർ ആണ്. എൻകോർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്താണ്? അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട, അതായത് നടപടിക്രമവുമായി ബന്ധപ്പെട്ട ഏകോപനത്തിനായിട്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമവുമായി ബന്ധപ്പെട്ട ഏകോപനത്തിനായിട്ട് പുറത്തിറക്കിയ സോഫ്റ്റ്വെയറിന്റെ പേരാണ് എൻകോർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ആരായിരിക്കും പുറത്തിറക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ സോഫ്റ്റ്വെയർ ആണ്. അടുത്തത് ദേശീയ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറുടെ പേര് എന്താണ്? പേര് ഗണേഷ് കുമാർ എന്നാണ്. ഗണേഷ് കുമാർ പഠിക്കൂ. ദേശീയ ഇലക്ഷൻ കമ്മീഷണറുടെ പേര് എന്താണ്? ഗണേഷ് കുമാർ എന്നാണ്. ഗണേഷ് കുമാർ 26ാമത്തെ ദേശീയ ഇലക്ഷൻ കമ്മീഷണർ ആണ് ഗണേഷ് കുമാർ.
ആ പോയിന്റ് വളരെ വ്യക്തമായി മനസ്സിലായി. അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ PWD ശ്രദ്ധിക്കണേ, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് അല്ല. ഇവിടെ PWD എന്ന് പറഞ്ഞാൽ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിനെ ഐക്കണായി തെരഞ്ഞെടുത്തത് ഒരു ആർച്ചറി താരത്തെയാണ്. ആര് തെരഞ്ഞെടുത്തു? ദേശീയ ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ ദേശീയ ഇലക്ഷൻ കമ്മീഷൻ PWD പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഐക്കണായിട്ട് എന്തിനാ അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇലക്ഷനിൽ പാർട്ടിസിപ്പേഷൻ ഒക്കെ ചെയ്യുക, അതിനു വേണ്ടിയിട്ട്. മനസ്സിലായി? ഒരു ആർച്ചറി താരത്തെ തെരഞ്ഞെടുത്തു. ആരാണ് പേര് ശീതൽ ദേവി എന്നാണ് പേര്. പേരെന്താണ്? ശീതൽ ദേവി എന്നാണ് പേര്. പോയിന്റ് ക്ലിയർ അല്ലേ? PWD എന്ന് പറയുമ്പോൾ അവിടെ ഏർത്തോണം എന്താ? പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. ശരി, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഒരാളെ കുറിച്ച് പറയാം. പേര് ഗോപി ചന്ദ് തോട്ടക്കൂർ. ഗോപി ചന്ദ് തോട്ടക്കൂർ ആരാണ് ഇദ്ദേഹം? ബഹിരാകാശത്ത് പോയി. ബഹിരാകാശത്ത് പോയി. എന്തിന്? വിനോദസഞ്ചാരത്തിനായി. ബഹിരാകാശത്ത് വിനോദസഞ്ചാരത്തിനായി പോയ ആദ്യ ഇന്ത്യക്കാരന്റെ പേരാണ് ഗോപി ചന്ദ് തോട്ടക്കൂർ. ഓക്കെ അല്ലേ? നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെ പറയാം: ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ വിനോദ സഞ്ചാരി. ശ്രദ്ധിച്ചു പറയണം, ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ വിനോദ സഞ്ചാരി ആര്? ഗോപി ചന്ദ് തോട്ടക്കൂർ. അപ്പൊ നമ്മൾ പഠിക്കാറുണ്ട്, GKയുടെ ഭാഗത്ത് നമ്മൾ പഠിക്കാറുണ്ട്, ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? രാകേഷ് ശർമ്മ. ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ. ഇവിടെ ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ വിനോദ സഞ്ചാരി. ഓക്കെ അല്ലേ? പോയിന്റ് ക്ലിയർ അല്ലേ? ഗോപി ചന്ദ് തോട്ടക്കൂർ. അടുത്ത പോയിന്റിലേക്ക് വരട്ടെ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കൂ. ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തോണം. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന ഇന്ത്യൻ വംശജനാണ് ഗോപി ചന്ദ് തോട്ടക്കൂർ. കേട്ടോ? ശരി. ഇന്ത്യ, അതുപോലെ ശ്രീലങ്ക, അതുപോലെ മാലദ്വീപ്സ് എന്നീ രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ദോസ്തി 16. ദോസ്തി 16 അല്ലെ? ദോസ്തി എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ. 3 കൂട്ടുകാരാണ് സുഹൃത്തുക്കളെ. ഇന്ത്യ ഉണ്ട്, ശ്രീലങ്കയുണ്ട്, മാലദ്വീപ്സ് ഉണ്ട്. ഇവരെല്ലാവരും ചേർന്ന് 3 പേരൂടെ ചേർന്നിട്ട് ഒരു സംയുക്ത സൈനിക അഭ്യാസം നടത്തി. ദോസ്തി 16 ഓർത്തിരിക്കുമല്ലോ അല്ലേ? ശരി. അടുത്തത്, ഇന്ത്യൻ നേവിയുടെ പുതിയ മേധാവി ആര്? പഠിച്ചു വെച്ചോളൂ. ഇന്ത്യൻ നേവിയുടെ പുതിയ മേധാവിയുടെ പേര് ദിനേശ് കുമാർ ത്രിപാഠി. കേട്ടല്ലോ? ഇന്ത്യൻ നേവിയുടെ പുതിയ മേധാവിയുടെ പേര് ദിനേശ് കുമാർ ത്രിപാഠി. ശരി. UN പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം 2024 വന്ന റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത്? ഇന്ത്യ. പോയിന്റ് കിട്ടിയോ? UN പോപ്പുലേഷൻ ഫണ്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത്? ഇന്ത്യയാണ്. പോയിന്റ് വ്യക്തമാണ്. അടുത്തത്, ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ വിമാനത്താവളം ഏതാ? പോയിന്റ് കിട്ടിയോ? ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള വിമാനത്താവളത്തിന്റെ പേര് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. അതെവിടെ? ഡൽഹിയിലാണ്. ഡൽഹി. പഠിച്ചോ? ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെ? ഡൽഹി. പോയിന്റ് കിട്ടിയോ? ലോകത്തെ ഏറ്റവും തിരക്കുള്ള വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, ഡൽഹിയിലാണ്. അപ്പൊ അതും അവിടെ വ്യക്തമാണല്ലോ. ശരി, അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇന്ത്യയിൽ നിന്ന് ഫിലിപ്പീൻസ് വാങ്ങിയ മിസൈൽ ഏതാണ്? ഫിലിപ്പീൻസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ മിസൈലിന്റെ പേര് ബ്രഹ്മോസ്. പഠിക്കും, ബ്രഹ്മോസ്. ഫിലിപ്പീൻസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ മിസൈലിന്റെ പേര് ബ്രഹ്മോസ് എന്നാണ്. അപ്പൊ ആ പോയിന്റ് അവിടെ വ്യക്തമായി. പോയിന്റുകളെല്ലാം കിട്ടുന്നുണ്ടല്ലോ. ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യാത്തത്, ഓൾറെഡി റെക്കോർഡഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കിട്ടുന്നതാണ്. വീണ്ടും കേട്ടാൽ മാത്രം മതിയാവും.
അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂത് അത് നമ്മൾ പഠിക്കാറുണ്ട് ഇന്ത്യ ചരിത്രത്തിന്റെ ഭാഗത്ത്. ഇന്ത്യ ചരിത്രത്തിന്റെ ഭാഗത്ത് 1947 ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പഠിക്കുന്ന സമയത്ത് ഓപ്പറേഷൻ മേഘദൂത് മറക്കാനാവാത്ത ഒരു സംഭവമാണല്ലോ. എന്നാണ് ഓപ്പറേഷൻ മേഘദൂത്? 1984. എന്താണ് ഓപ്പറേഷൻ മേഘദൂത് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറയാം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചടക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്. ഈ ഓപ്പറേഷൻ മേഘദൂത് നടന്നിട്ട് എത്ര വർഷമായെന്നറിയാമോ? 40 വർഷം. 2024 ഇതിന്റെ 40ാം വാർഷികമായിരുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ പോയിന്റ്. ശരി, അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈം മാഗസീൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ടൈം മാഗസീൻ മാഗസീന്റെ ലോകത്തെ സ്വാധീനിച്ച 100 പേരുടെ പട്ടിക. കറണ്ട് പേര് നേരത്തെ പഠിക്കുന്നവർ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. ടൈം മാഗസീന്റെ ലോകത്തെ സ്വാധീനിച്ച 100 പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ 2 വനിതകളാണ് സാക്ഷി മാലിക്കും ആലിയ ഭട്ടും. ആലിയ ഭട്ട് നിങ്ങൾക്ക് പരിചയമാണെങ്കിൽ സാക്ഷി മാലിക്കിനെ കൂടെ ഓർത്തു വെക്കൂ. സാക്ഷി മാലിക്, ഇന്ത്യൻ ഗുസ്തി താരം സാക്ഷി മാലിക. അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മാഗസീന്റെ പേര് പറയട്ടെ. ന്യൂസ് വീക്ക് മാഗസീൻ. ന്യൂസ് വീക്ക് മാഗസീൻ എന്താണ് ന്യൂസ് വീക്ക് മാഗസീൻ? ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാഗസീന്റെ കവറിൽ ചിത്രം വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? നരേന്ദ്രമോദി. ആരാണ്? നമ്മുടെ പ്രധാനപ്പെട്ട നരേന്ദ്രമോദിയാണ്. ഓക്കെ, ന്യൂസ് വീക്ക് മാഗസിന്റെ കവർ ചിത്രത്തിൽ വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? നരേന്ദ്രമോദി. ആർക്ക് ശേഷം? ഇന്ദിരാഗാന്ധിക്ക് ശേഷം. അപ്പൊ ആ പോയിന്റ് വ്യക്തമായി. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. ഒരു പദ്ധതിയാണ് അടുത്തതായി. എന്താ പദ്ധതിയുടെ പേര്? PM കുസും യോജന. പലതരത്തിലുള്ള യോജനാ പദ്ധതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പദ്ധതിയുടെ പേര് എന്താണ്? PM കുസും യോജന. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്നറിയോ? കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. കർഷകർക്ക് എന്ത് പദ്ധതി? അതായത് രാജ്യത്തെ കർഷകർക്ക് വയലുകളിലാണല്ലോ കർഷകർ പണിയെടുക്കുന്നത്. വയലുകളിലാണ് കർഷകർ. വയലുകൾ രണ്ടുപേര് ഓർക്കൂ. വയലുകളിൽ പണിയെടുക്കുന്ന കർഷകർക്ക് എന്താവശ്യമാണ്? സോളാർ പമ്പ് ആവശ്യമാണ്. സോളാർ പമ്പ് ആവശ്യമാണ്. വെള്ളം എടുക്കണ്ടേ? പമ്പ് ആവശ്യമല്ലേ? എന്ത് പമ്പ്? സോളാർ പമ്പ്. വയലുകളിൽ ജോലി ചെയ്യുന്ന കർഷകർക്ക് സോളാർ പമ്പ് വെക്കാൻ 90%, ശ്രദ്ധിക്കൂ, 90% സബ്സിഡി. മനസ്സിലായോ? ആ പദ്ധതിയുടെ പേരാണ് PM കുസും യോജന. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് PM കുസും യോജന? വയലുകളിൽ ജോലി ചെയ്യുന്ന കർഷകർക്ക് സോളാർ പമ്പ് വയ്ക്കുന്നതിനായി 90% സബ്സിഡി അനുവദിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏത്? PM കുസും യോജന. അടുത്തത്, ഉറങ്ങുന്നതിനുള്ള അവകാശം ഒരു അടിസ്ഥാനപരമായ അവകാശമാണ്. അത് ലംഘിക്കാൻ പാടില്ല. നിങ്ങൾ ഇത് കേട്ടോണ്ട് ഉറങ്ങരുത് കേട്ടോ. ശ്രദ്ധിക്കൂ, ഞാൻ എന്താ പറഞ്ഞത്? ഉറങ്ങുന്നതിനുള്ള അവകാശം ഒരു അടിസ്ഥാനപരമായ പൗരന്റെ അവകാശമാണ്. അത് ലംഘിക്കാൻ പാടില്ല. അത് ആര് പറഞ്ഞു? ബോംബെ ഹൈക്കോടതി പറഞ്ഞതാണ്. ബോംബെ ഹൈക്കോടതി. മനസ്സിലായോ? നമ്മൾ ഇനി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആർക്കും എഴുന്നേറ്റ് നിന്ന് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പേന എടുത്ത് വിരൽ ചൂണ്ടി പറയണം, ഉറങ്ങുന്നതിനുള്ള അവകാശം ഒരു പൗരന്റെ അവകാശമാണ്. അതിനെ ഹനിക്കാൻ ആർക്കും സാധ്യമല്ല. ബോംബെ ഹൈക്കോടതി പറഞ്ഞതാണ്. സൂക്ഷിക്കൂ കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. ഇന്ത്യയിലെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചെന്നാൽ നമുക്കറിയാം അവിടെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, അല്ലെ? അപ്പോ ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ടെർമിനൽ എൻട്രി, സെക്യൂരിറ്റി ക്ലിയറൻസ് എന്നിവ ഫേസ് ID വഴി നടത്താൻ തീരുമാനിക്കുന്ന ആ ഒരു പദ്ധതിയാണ് ഡിജി യാത്ര. ഡിജിറ്റലായി എല്ലാം മാറുകയാണ്. ഡിജി യാത്ര എങ്ങനെ? ടെർമിനൽ എൻട്രി, സെക്യൂരിറ്റി ക്ലിയറൻസ് എന്നിവ ഫേസ് ID വഴി വേഗത്തിൽ സാധ്യമാകുന്ന പദ്ധതിയാണ് ഡിജി യാത്ര, അല്ലെ?
മറ്റേ നമ്മൾ എന്ത് ചെയ്യണം? കയറി ചെല്ലണം, പേപ്പർ കാണിക്കണം, പേപ്പർ എല്ലാം ഓക്കെ ആണെന്ന് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നമ്മളെ കടത്തി വിട്ട് നമ്മുടെ കയ്യിലുള്ള പേപ്പർ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ചെല്ലുക, പൈസ കാണിക്കുക, ഒന്നിയാണ് അപ്പോൾ കഴിയും. ഡിജി യാത്ര. ഡിജി യാത്ര. അടുത്തത് ഒരു ഇൻഡെക്സ് ആണ്, സൈബർ ക്രൈം ഇൻഡെക്സ്. സൈബർ ക്രൈം ഇൻഡെക്സ് 2024 വന്ന സൈബർ ക്രൈം ഇൻഡെക്സിൽ 1-ാം സ്ഥാനം ആര് നേടി? ഇന്ത്യ. അല്ല, ശ്രദ്ധിക്കൂ. 2024 വന്ന സൈബർ ക്രൈം ഇൻഡെക്സിൽ 1-ാം സ്ഥാനം നേടിയത് സുഹൃത്തുക്കളെ റഷ്യയാണ്. റഷ്യ. ഇന്ത്യ എത്രാമതെന്നല്ലേ? 10 ഇന്ത്യ. 10 ഇന്ത്യ. ഓക്കെ ആണോ? സൈബർ ക്രൈം ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം 10-ാമതാണ്. 10-ാമത് ഓർത്ത് വെച്ചോളൂ. ഇനി അടുത്ത പോയിന്റ് കേട്ടോണേ. സംജ്ഞാൻ എന്ന് ശ്രദ്ധിക്കൂ. എന്താണ് പേര്? സംജ്ഞാൻ എന്ന് പറയൂ. സംജ്ഞാൻ. എന്താണ് സംജ്ഞാൻ? ചൈന ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന് നൽകിയ പേരാണ് സംജ്ഞാൻ? പരീക്ഷയ്ക്ക് ചോദിക്കാമല്ലോ. ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്തിനാണ് ചൈന സംജ്ഞാൻ എന്ന പേര് നൽകിയത്? അങ്ങനെ പഠിച്ചു വെച്ചോളൂ. അത് അരുണാചൽ പ്രദേശ് ആണ്. അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനാണ് ചൈന സംജ്ഞാൻ എന്ന പേര് നൽകിയത്? അരുണാചൽ പ്രദേശ്. വ്യക്തമല്ലേ? അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത ഒരാളുടെ പേരാണ് സോനം വാങ്ചുക്. കേട്ടോ? സോനം വാങ്ചുക്. സോനം വാങ്ചുക് പരിസ്ഥിതി പ്രവർത്തകനാണ്. ഇനി സോനം വാങ്ചുക് എന്ത് ചെയ്തു? ശ്രദ്ധിക്കും. നിരാഹാരം കിടക്കുകയാണ്. സോനം വാങ്ചുക് എന്ത് കിടക്കുന്നു? നിരാഹാരം കിടക്കുന്നു. സോനം വാങ്ചുക് നിരാഹാരം കിടക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തിന്? കാരണം സോനം വാങ്ചുക് പറയുകയാണ്, ലഡാക്കിന് എന്ത് കൊടുക്കണം? ലഡാക്കിന് സംസ്ഥാന പദവി നൽകണം. ലഡാക്കിനെ സംരക്ഷിക്കണം. ലഡാക്കിന് സംസ്ഥാന പദവി നൽകണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് നിരാഹാരം കിടക്കുന്ന വ്യക്തിയാണ് സോനം വാങ്ചുക്, പരിസ്ഥിതി പ്രവർത്തകൻ. പോയിന്റ് വ്യക്തമാണെന്ന് വിചാരിക്കും. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, സെമി ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യ പരീക്ഷിച്ച ആദ്യത്തെ റോക്കറ്റിന്റെ പേരാണ് അഗ്നിബാൻ. പഠിക്കൂ. അഗ്നിബാൻ കിട്ടുന്നുണ്ടോ? സെമി ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ പരീക്ഷിച്ച ആദ്യത്തെ റോക്കറ്റിന്റെ പേരെന്ത്? അഗ്നിബാൻ എന്നാണ്. ഓക്കെ ആണോ? പ്രധാനമായും ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്ത് നിന്നൊക്കെ നിങ്ങൾക്കറിയാം, ഈ 5 മാർക്കാണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക്. അവിടെ ചോദിക്കാം. അല്ലെങ്കിൽ വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷകൾക്ക് ഇതെടുത്ത് ചോദിക്കാം, കറണ്ട് അഫയറിന്റെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുക. അടുത്ത ഭാഗത്തേക്ക് വരാം. ഒരു സിനിമയുടെ പേരാണ് ഇറ. എന്താണ് ഈ സിനിമയുടെ പ്രത്യേകത? ഇതിന്റെ സംവിധായകന്റെ പേര് സാം ഭട്ടാചാര്യ എന്നാണ്. അതല്ല ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിതമായ ചലച്ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഇറ. AI അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രത്തിന്റെ പേരാണ് ഇറ. പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാവാത്ത പോയിന്റുകൾ വീണ്ടും കേട്ട് നോക്കുക, മനസ്സിലാവും. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് വരാം. നമ്മൾ പഠിക്കാറുണ്ട് GI ടാഗ് ലഭിച്ചവ, അല്ലെ? GI ടാഗ് ലഭിച്ചവ. അങ്ങനെ GI ടാഗ് ലഭിച്ച ഒരു ഗോതമ്പിനത്തെയാണ് ഞാൻ പരിചയപ്പെടുത്താനായി പോകുന്നത്. GI ടാഗ് ലഭിച്ച ഗോതമ്പിനമോ അതേത്? ശ്രദ്ധിക്കുക. അതിന്റെ പേരാണ് കത്തിയാഗഹു. എന്താ പേര്? കത്തിയാഗഹു. കത്തിയാഗഹു ഗോതമ്പിനം, അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് ദുരം. ദുരം ഗോതമ്പിനം. കത്തിയാഗഹു അഥവാ ദുരം ഗോതമ്പിനത്തിന് GI ടാഗ് ലഭിച്ചു. അത് ഏത് സംസ്ഥാനത്തെ ഗോതമ്പിനമാണ്? പഠിക്കൂ. UP, അതായത് ഉത്തർപ്രദേശാണ്. ഓക്കെ ആണോ? കത്തിയാഗഹു അഥവാ ദുരം എന്ന ഗോതമ്പിനം GI ടാഗ് ലഭിച്ചു. ഏത് സംസ്ഥാനത്തെയാണ് ഈ ഗോതമ്പിനം? UP, ഉത്തർപ്രദേശിലെയാണ്. അടുത്തതിലേക്ക് വരാം. ഒരു കുഞ്ഞ് ചീറ്റപ്പുലി ജനിച്ചു. ചീറ്റപ്പുലിയോ? അതെ. 75 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ ഒരു ചീറ്റക്കുഞ്ഞ് ജനിച്ചു. അതിനൊരു പേര് കൊടുത്തു, മുഖി. നല്ല പേരല്ലേ? മുഖി. എന്താണ് പേര്? മുഖി എന്നാണ് പേര്. മുഖി. 75 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ ജനിച്ച ചീറ്റക്കുഞ്ഞിന്റെ പേരാണ് മുഖി.
ഈ മുഖി എന്ന് പറയുന്ന ചീറ്റക്കുഞ്ഞ് എവിടെയാണ്? കുനോ നാഷണൽ പാർക്കിലാണ് ജനിച്ചത്. കുനോ നാഷണൽ പാർക്ക്. ഈ കുനോ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് അറിയാമോ? അത് മധ്യപ്രദേശിലാണ്. കുനോ നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. ഓം ശിവ മന്ദിർ. ഓം ശിവ മന്ദിർ എന്താ സംഭവം? ഓം ആകൃതിയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ക്ഷേത്രമാണ് ഓം ശിവ മന്ദിർ. മനസ്സിലായോ? ഓം ആകൃതിയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ക്ഷേത്രമാണ് ഓം ശിവ മന്ദിർ. അതെവിടെ? രാജസ്ഥാനാണ്. ശരി. അടുത്തത് ഒരു അവശിഷ്ടം, ഹാരപ്പൻ അവശിഷ്ടം കണ്ടെത്തി. ഒരു ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശിഷ്ടം കണ്ടെത്തി. അതിന്റെ പേര് പട്താബേട്ട് എന്നാണ്. പട്താബേട്ട്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായുള്ള പട്താബേട്ട്. പട്താബേട്ട് എവിടെ? ഗുജറാത്തിലാണ്. ഗുജറാത്ത്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ പട്താബേട്ട് കണ്ടെത്തിയത് ആരാന്നറിയോ? കേരള സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകരാണ്. അതായിരുന്നു അവിടുത്തെ പുള്ളി. അപ്പൊ കേരള സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകർ കണ്ടെത്തിയ പട്താബേട്ട് എന്ന ഹാരപ്പൻ സംസ്കാരം ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത്? ഗുജറാത്ത്. അടുത്ത പോയിന്റിലേക്ക് വരാം. രാജ്യത്തെ ആദ്യ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പേര്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക. ദേവിക പഠിക്കും. ദേവിക സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. രാജ്യത്തെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. നെക്സ്റ്റ് പിയാർ ആഞ്ചിനോ അവാർഡ്. പിയാർ ആഞ്ചിനോ അവാർഡ് എന്താണ് സംഭവം? അതായത് നമ്മൾ കേട്ടിട്ടില്ലേ കാൻ ചലച്ചിത്രമേള? കാൻ ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. കൈശിലറായി പോയെന്നും തൊഴിൽ നടന്നു എന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കാൻ ചലച്ചിത്രമേളയുടെ ഭാഗമായി നൽകുന്ന ഒരു അവാർഡാണ് പിയാൻ ആഞ്ചിനോ അവാർഡ്. എന്തിനാ? ഛായാഗ്രഹകന്, അതായത് ഛായാഗ്രഹണം, ഛായാഗ്രഹണം മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്നതാണ് പിയാർ ആഞ്ചിനോ അവാർഡ്. ഇത് ലഭിച്ചത് ആർക്കാണെന്നറിയോ? നമ്മുടെ മലയാളിയായ സന്തോഷ് ശിവനാണ് ലഭിക്കുന്നത്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. അപ്പൊ പിയാർ ആഞ്ചിനോ അവാർഡ്, കാൻ ചലച്ചിത്രമേള, ഛായാഗ്രഹണം, സന്തോഷ് ശിവൻ. അത്രയും പോയിന്റുകൂടെ നിങ്ങൾക്ക് അവിടെ ഓർത്തിരിക്കാൻ കഴിയും എന്ന് വിചാരിക്കും. അപ്പം ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന പ്രതീക്ഷയോടുകൂടി ഈ ഒരു ചെറിയ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.